War can bring total collapse of a country. Here we are discussing such a topic, Country Without Post Office by Aga Shahid Ali. Aga Shahid Ali is a famous Indian English writer and his major themes are loss and belongings, pangs and pains, etc. നഷ്ടബോധത്തെക്കുറിച്ച് മിക്കവാറും തന്റെ കവിതകളിൽ എഴുതുന്ന ഒരു വ്യക്തിയാണ് ആഗ സാഹിദ് അലി. അദ്ദേഹത്തിന്റെ കൺട്രി വിതൗട്ട് പോസ്റ്റ് ഓഫീസ് എന്ന കവിതയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. The Country Without Post Office is a poem written in 1997 during the time when local Kashmiris took guns against the Indian rule in the state. 1997 കാലഘട്ടത്തിലാണ് ഈ ഒരു കവിത എഴുതപ്പെടുന്നത്. ഇതില് രാജ്യത്തിനെതിരെ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് പോരാട്ടം തുടങ്ങുന്ന ആ ഒരു കാലഘട്ടമാണ്, ആ സമയത്താണ് ഈ കവിത എഴുതുന്നത്. ആൻഡ് ദ പോയം ഈസ് അബൌട്ട് ദ ഹോണ്ടഡ് ആൻഡ് ഹോണ്ടിങ് എക്സ്പീരിയൻസ് ഓഫ് വൈഡ് സ്പ്രെഡ് ബ്ലഡ്ഷെഡ് ആൻഡ് വയലൻസ് ഇൻ കാശ്മീർ. കാശ്മീരിലെ രക്തച്ചൊരിച്ചിൽ, അതേപോലെ അക്രമം, ഇതിനെതിരെയുള്ള ഒരു കവിതയാണ്. അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ വിവരിക്കുന്നത്. ആൻഡ് ദ ടോട്ടൽ കൊലാപ്സ് ഓഫ് സിസ്റ്റംസ് ഇൻക്ലൂഡിംഗ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഓൾ പോസ്റ്റ് ഓഫീസസ് ഇൻ കാശ്മീർ. കാശ്മീരില് എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളും നിശ്ചലമായി, അതായത് പോസ്റ്റ് ഓഫീസ് അടക്കമുള്ള ആ ഒരു സർവീസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് നിശ്ചലമായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഈ കവിത എഴുതുന്നത്. ആൻഡ് ദ പോയം ഈസ് റിഗാർഡഡ് ആസ് എ മാസ്റ്റർ പീസ് ഓഫ് ആഗ സാഹിദ് അലി. ആഗ സാഹിദ് അലിയുടെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ് ഈ കവിത കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ കവിതയാണ്. ആൻഡ് ദ പോയം ഈസ് കമ്പോസ്ഡ് ഓഫ് 8 ലൈൻ സ്റ്റാൻസസ്. 3 സ്റ്റാൻസയാണ്. ഓരോ സ്റ്റാൻസയിലും 8 വരി വീതമുള്ള, അതായത് ഒക്ടേവ്, ആ രീതിയിലാണ് എഴുതപ്പെട്ടത്. ആൻഡ് ഇറ്റ്സ് റൈം സ്കീം ഈസ് ABCD DCBA. ABCD DCBA എന്ന റൈം സ്കീമിൽ എഴുതപ്പെട്ട 3 സ്റ്റാൻസയുള്ള കവിതയാണ്. ഒരു സ്റ്റാൻസയിൽ 8 വരിയാണ് ഇതിനകത്തുള്ളത്. ആൻഡ് ദ പോയം ബിഗിൻസ് വിത്ത് an epigraph which is similar to Gerald Manley Hopkins' terrible sonnets begin with I wake and feel the fell of dark noon day. ഈ കവിതയുടെ തുടക്കം നമ്മളെ ജെറാൾഡ് മാൻലി ഹോപ്കിൻസിന്റെ ടെറിബിൾ സോണറ്റ്സിന്റെ തുടക്കം ഓർമ്മിപ്പിക്കുന്നു. അതായത് ഐ വേക്ക് ആൻഡ് ഫീൽ ദ ഫെൽ ഓഫ് ഡാർക്ക് നോട്ട് ഡേ എന്ന തുടക്കമുള്ള ടെറിബിൾ സോണറ്റ്, അദ്ദേഹത്തിന്റെ ടു ക്രൈസ് മൈ ലോഡ് എന്ന സോണറ്റ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അത്തരം സോണറ്റിന്റെ ആ ഒരു തുടക്കം പോലെ നമുക്ക് തോന്നുന്ന ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ കവിതയിലുള്ളത്. നമ്മൾ പറഞ്ഞു 3 സ്റ്റാൻസയാണ്, ഒരു സ്റ്റാൻസയിൽ 8 വരിയുള്ള കവിതകൾ. Then in the first session, the poet comes back to his country, Kashmir. ഇവിടെ കാശ്മീരിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. കാശ്മീരിന്റെ ആ ഒരു നിശ്ചലമായ അവസ്ഥ, അതായത് പോസ്റ്റൽ സിസ്റ്റം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും നിശ്ചലമായ അവസ്ഥയാണ് ഇവിടെ വിവരിക്കുന്നത്. And in the first session, the poet is coming back to his country, Kashmir. കാശ്മീരിലേക്ക് വരുന്നു. Now a minaret has been entombed. അവിടെ മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഒരു മിനാരം കാണാം. അവിടെ ഇപ്പോ ഒരു മിനാരം എന്നത് ഇറ്റ്സ് എ വർഷിപ്പ് പ്ലേസ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ടവർ ഇൻ ദ മോസ്ക്. മോസ്കിലെ ഒരു എന്താണ് ടോൾ ടവർ ആണ്. ആൻഡ് ദ മുസ്ലിംസ് കോൾസ് പ്രേയർ ഇൻ ദിസ് പ്ലേസ്. ആ ഒരു സ്ഥലത്താണ് നമ്മൾ പറയുന്ന ബാങ്ക് വിളിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്താണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ സജ്ജമാക്കുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് ഹി സീസ് എ മാൻ ഹൂ സീസ് ദ വിക്സ് ഓഫ് ക്ലേ ലാംപ്സ് ഇൻ മസ്റ്റാർഡ് ഓയിൽ ആൻഡ് ക്ലൈംസ് ദ സ്റ്റെപ്സ് ഓഫ് ദി മോസ്ക് ഈച്ച് നൈറ്റ് ടു റീഡ് മെസ്സേജസ് ദാറ്റ് ആർ സ്ക്രാച്ച്ഡ് ഓൺ പ്ലാനറ്റ്സ്. നമുക്ക് കാണാൻ സാധിക്കും എന്താണ്, ഹി സീസ് എ മാൻ ഹൂ സോക്സ് ദ വിക്സ് ഓഫ് ക്ലേ ലാംപ്സ്, അതായത് എന്താണ്, ഒരു വിളക്കിന്റെ തിരി മസ്റ്റാർഡ് ഓയിലിൽ മുക്കി പ്രാർത്ഥനയ്ക്ക് സജ്ജമാകുന്ന ഒരു വ്യക്തി. അദ്ദേഹം അതിനുശേഷം ഹി ക്ലൈംസ് ദ സ്റ്റെപ്സ് ഓഫ് ദ മോസ്ക്. മോസ്കിന്റെ സ്റ്റെപ്പുകൾ, പടവുകൾ കയറി പോകുന്നു. എന്തിനാണ്? ടു ദ നൈറ്റ് ടു റീഡ് ദ മെസ്സേജസ് ദാറ്റ് ആർ സ്ക്രാച്ച്ഡ് ഓൺ പ്ലാനറ്റ്സ്. തന്റെ ആ ഒരു ഉൾവിളിയിലെ സംഭവങ്ങൾ, അല്ലെങ്കിൽ ആ ഉൾവിളിയിലൂടെ തനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ വിവരിക്കാൻ വേണ്ടി ആ മോസ്കിന്റെ പടവുകൾ കയറി പോകുന്ന ഒരു മുഅസിനെ നമുക്ക് കാണാൻ സാധിക്കും.
By messages crashed on planet, he introduces the image of an astrologer. ഒരു അസ്ട്രോളജർ എന്ന ഒരു ഇമേജ് ആണ്. പക്ഷെ ഇവിടെ അസ്ട്രോളജർ അല്ല, മറിച്ച് തന്റെ ആ പ്രാർത്ഥനയിലൂടെ ഉണ്ടാകുന്ന ഉൾവിളി വെളിപ്പെടുത്തുന്ന വ്യക്തി. And he starts cancelling stamps, bank stamps of the letters that have doomed address. He picturizes the image of the postal inspector who sort out and distribute the letters sent to the post office. ഇനി ഈ പോസ്റ്റ് ഓഫീസിലേക്ക് വന്ന ലെറ്ററുകൾ തരംതിരിക്കുന്നത് പോലെ ഇദ്ദേഹം ഈ മെസ്സേജസ് വായിക്കുന്നു. അതായത് ഇവിടെ പോസ്റ്റ് ഓഫീസുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അതായത് എന്താണ്, ഇവിടെ പോസ്റ്റൽ ഇൻസ്പെക്ടറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന ഓരോ ലെറ്റേഴ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ഹി ഈസ് റീഡിങ് ദിസ് മെസ്സേജ്. ആൻഡ് doomed address in the letters show the people who are either migrated to some other places or those who lose their homes in the war. ഇനി ഡൂംഡ് അഡ്രസ് എന്ന് പറയുന്നുണ്ട് അതിനകത്ത്. അതായത് നശിച്ചു പോയ അല്ലെങ്കിൽ ഇല്ലാതായി പോയ അഡ്രസ്സുകൾ, മേൽവിലാസങ്ങൾ. അതിന്റെ അർത്ഥം ഒന്നുകിൽ ആ വീടുകളിൽ ആളുകളില്ല, അതായത് അവിടെ ആ ഒരു അക്രമാസക്തമായ ഒരു അന്തരീക്ഷം, കലുഷിതമായ അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ ദേ മേ ബി മൈഗ്രേറ്റഡ് ടു അതർ പ്ലേസസ്, മറ്റു സ്ഥലങ്ങളിലേക്ക് അവര് മൈഗ്രേറ്റ് ചെയ്തതാകാം, അങ്ങനെ പോയതാകാം. അല്ല എങ്കിൽ ദേ മേ ബി കിൽഡ് ഓർ ഡിസ്ട്രോയ്ഡ് ബൈ ദി എനിമീസ്. ശത്രുക്കള് അവരെ കൊന്നോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ച് അവരവിടെ നിന്ന് ഇല്ലാതെയാകാം. എങ്ങനെയായാലും ആ അഡ്രസ് ഇല്ലാതെയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പീപ്പിൾ ഓർ ദ റെസിപ്പിയന്റ് ഈസ് നോട്ട് ദെയർ, ആ ലെറ്റർ സ്വീകരിക്കാനുള്ള വ്യക്തി അവിടെ ഇല്ല. മിനാരറ്റ് ഇൻഡിക്കേറ്റ്സ് the Islamic culture where a minaret is used by the muezin to call the faithful people to prayer. ഈ മിനാരറ്റ് എന്നുള്ളത് മുസ്ലിം കൾച്ചർ അതിനെ സിംബലൈസ് ചെയ്യുകയാണ്. അതായത് മുസ്ലിം അല്ലെങ്കിൽ ആ മോസ്കില് നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് എ ടോൾ ടവർ. ഈ മിനാരം എന്ന് പറയുന്നത് ടോൾ ടവർ ആണ്. ആൻഡ് ഇൻ ദാറ്റ് പ്ലേസ് the muezin called the other people or faithful people for prayer. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആളുകളെ വിളിക്കുന്ന അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്ന ആ ഒരു സജ്ജമാക്കുന്ന സ്ഥലമാണ് മിനാരറ്റ്. ആൻഡ് ഇറ്റ് ഷോസ് മുസ്ലിം കൾച്ചർ, ആ ഒരു മുസ്ലിം കൾച്ചർ ആണ് അവിടെ കാണിക്കുന്നത്. And in the second stanza, the poet pictures the gory state of Kashmir, which is facing communal conflicts since 1990s. ഇനി സെക്കൻഡ് സ്റ്റാൻസയില് 1990-കൾ, ആ ഒരു 90-ന് ശേഷമുള്ള കാലഘട്ടത്തിൽ കാശ്മീർ അനുഭവിക്കുന്ന ആ ഒരു ഗോറി സ്റ്റേറ്റ്, ഗോറി മീൻസ് ബ്ലഡ് ഷെഡ്, രക്തകലുഷിതമായിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് സെക്കൻഡ് സ്റ്റാൻസയിൽ കാണിക്കുന്നത്. And the violence is so widespread and bloody, and so the people shift to the plain area or to become refugees by leaving their ancestral properties. ആ ഒരു 1990s കാലഘട്ടങ്ങളിൽ, ആ 90-ന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ കാശ്മീർ വളരെയധികം അക്രമാസക്തമായ ഒരു പ്രദേശമായി മാറുന്നു. അങ്ങനെ ജീവിക്കാൻ, ആ സ്ഥലത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ the people are migrated to other areas by leaving their ancestral properties. അവരുടെ പരമ്പരാഗതമായിട്ടുള്ള സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് അഭയാർത്ഥികളെ പോലെ ചേക്കേറിയവരാണ്. And the Kashmir Valley, known as paradise for its beauty, becomes the valley of death of innocent people. അങ്ങനെ കാശ്മീർ എന്നറിയപ്പെടുന്നത് പറുദീസ എന്നാണ്. അതായത് പറുദീസകൾ, ജനങ്ങളുടെ പറുദീസ എന്നറിയപ്പെട്ടിരുന്ന കാശ്മീർ പിന്നീട് രക്തച്ചൊരിച്ചിലുള്ള ഒരു പ്രദേശമായി മാറുന്നു. അതേപോലെ തന്നെ ആ താഴ്വരകൾ, കാശ്മീർ താഴ്വരകൾ നിഷ്കളങ്കരായ ജനങ്ങളുടെ മരണ താഴ്വരയായി മാറുന്നു. And the soldiers light it, haunt the flames and burn our world to sudden paper mash. ഇതിന് ആക്കം കൂട്ടുന്നത് സോൾജിയേഴ്സ് ആണ്, പട്ടാളക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ആക്രമണത്തിലൂടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. അതേപോലെ തന്നെ ആ ഒരു പ്രദേശം അല്ലെങ്കിൽ അവർ വേൾഡ് എന്ന് പറയുന്ന ഞങ്ങളുടെ ലോകം, അതായത് കാശ്മീർ എന്ന ആ മനോഹരമായ പർദീസയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. And us and them in the second stanza refer the Hindus and Muslims.
ഇനി ഇവിടെ സെക്കൻഡ് സ്റ്റാൻസയിൽ അസ് ആൻഡ് ദം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. ഹിന്ദു മുസ്ലിം വർഗീയ കലാപമാണ് അവിടെ കാണിക്കുന്നത്. ഹു ആർ ബേണിംഗ് ഹൗസസ് ഓഫ് ഈച്ച് അതർ. അവർ എന്താണ് ചെയ്യുന്നത്? ദേ ആർ ബേണിംഗ് ദ ഹൗസസ് ഓഫ് ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും വീട് കത്തിക്കാണ്. അതായത് ഹിന്ദു മുസ്ലിം വർഗീയ ലഹളയാണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് ദേ ആർ ബേണിംഗ് ദെയർ ഹൗസസ് ഈച്ച് അതർ. പരസ്പരം അവരുടെ വീടുകൾ തീ വെച്ച് നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അക്രമമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. The speaker says that we are burning the houses of each other every night and today there is no muezin to call for prayer. Here we are fighting back and burning houses each other. ഇനി സ്പീക്കർ പറയുന്നത് ഇവിടെ പോയിന്റ് തന്നെയാണ്. The poet says that we are burning the houses each other. ഹിന്ദുസും മുസ്ലിംസും പരസ്പരം വീടുകൾ കത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ടുഡേ there is no muezin to call for prayer. ഇന്ന് അങ്ങനെ നാശം സംഭവിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പടപൊരുതി അങ്ങനെ നാശനഷ്ടത്തിലായിട്ട് എന്താണ് ഇപ്പോ മുഅസിൻ ഇല്ല. അതായത് ഈ പ്രാർത്ഥനയ്ക്ക് വിളിക്കാനായിട്ടുള്ള ആ ഒരു മുസ്ലിം സ്നേഹിതനില്ല. യെറ്റ് വി ആർ ഫൈറ്റിംഗ് ബാക്ക് ആൻഡ് ബേണിംഗ് ഹൗസസ് ഈച്ച് അതർ. അങ്ങനെ പോരാളികൾ ഇല്ലാതായിട്ടും നമ്മൾ പരസ്പരം പൊരുതിക്കൊണ്ടേയിരിക്കുന്നു. അതായത് അങ്ങനെ അക്രമാസക്തമായ പ്രദേശത്ത് ജീവിക്കാൻ കഴിയാതെ ഒരുപാട് ആളുകൾ പലായനം ചെയ്തു. ഇനി പലായനം ചെയ്യാത്ത ആളുകൾ ഒരുപാട് പേര് മരണപ്പെട്ടു. എന്നാൽ തന്നെ അവസാനം ഇപ്പോ ഒരു സമാധാനത്തിനായിട്ട് ഒരു മുസ്ലിം സ്നേഹിതൻ പോലും ഇല്ലാത്ത അവസ്ഥ. അതായത് ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥ. എന്നാൽ പോലും നമ്മൾ പരസ്പരം ആ ഒരു എന്താണ് പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ദ ഫയർ ആൻഡ് ഡാർക്ക് പിക്ചറൈസസ് ദ അൺറെസ്റ്റ് കണ്ടീഷൻ ഓഫ് കാശ്മീർ. ഇവിടെ ഫയർ ആൻഡ് ഡാർക്ക് എന്നുള്ള ആ വരികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കാശ്മീരിന്റെ അനിശ്ചിതാവസ്ഥയാണ്. അതായത് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം. One can't lying on the street says, I won't be he who pours blood, and it suggests the seized postal system of the country. ഇനി ആ സമയത്താണ് വഴിയരികിൽ ഒരു ലെറ്റർ കിടക്കുന്നത്. ആ ലെറ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഐ വോണ്ട് ടു ബി ഹി ഹൂ പോസ് ബ്ലഡ്. രക്തച്ചൊരിച്ചിലുള്ള ഒരാളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എഴുതിയ ഒരു ലെറ്റർ കാണുന്നു. ആൻഡ് ഇറ്റ് സജസ്റ്റ് ദ സീസ്ഡ് പോസ്റ്റൽ സിസ്റ്റം. അത് കാണിക്കുന്നത് എന്താണ്? അവിടെ നിർത്തലാക്കപ്പെട്ട പോസ്റ്റൽ, സീസ്ഡ് മീൻസ് സ്റ്റോപ്ഡ് പോസ്റ്റൽ സിസ്റ്റം ഇൻ ദ കൺട്രി. നമ്മൾ പറഞ്ഞു യുദ്ധം കാരണം അവിടെയുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് നിർത്തിവെച്ചിരിക്കുകയാണ്. എന്താണ് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ നിർത്തിവെച്ച അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ പോസ്റ്റൽ സിസ്റ്റം പോലും വർക്ക് ചെയ്യുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ദ സ്പീക്കർ ഓപ്പൺസ് അപ്പ് ദ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദ സ്റ്റാംപ്സ് ഹാവ് നോ നെയിം ഓഫ് ദി നേഷൻ ആൻഡ് ഇറ്റ് മേ ബി ബിക്കോസ് കാശ്മീർ ഇസ് നോട്ട് ഇൻഡിപെൻഡന്റ് കൺട്രി ആൻഡ് ബോത്ത് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആർ ഫൈറ്റിംഗ് ഫോർ ഇറ്റ്. ഇനി ഇവിടെ ആ സ്റ്റാമ്പുകൾക്ക് രാജ്യത്തിന്റെ പേരില്ല എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം ഒരു പക്ഷേ കാശ്മീർ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമായി മാറിയിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും കാശ്മീരിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. സ്റ്റാമ്പ്സ് ഹാവ് നോ നെയിം ഓഫ് ദ നേഷൻ. Then the narrator searches for the ruins and smoldering houses of the person, but everything is finished and nothing remains. സ്പീക്കർ അന്വേഷിക്കുന്നു ആ ഒരു കത്തിന് അവകാശിയുണ്ടോ അല്ലെങ്കിൽ അതിന് ഉടമസ്ഥനുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അതിന്റെ അഡ്രസ് തേടി പോകുന്നു. പക്ഷേ ഹി ക്യാൻ ഫൈൻഡ് നോ വൺ. ആരെയും തന്നെ ആ ഒരു അഡ്രസ് ഉള്ള ഒരാളെയും തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ആൻഡ് അദ്ദേഹം പറയുന്നത് എവറിത്തിങ് ഇസ് ഫിനിഷ്ഡ് ആൻഡ് നത്തിങ് റിമൈൻസ്. ഒന്നും അവശേഷിക്കുന്നില്ല, എല്ലാം നശിച്ച് എന്താണ് നാമാവശേഷമായി, ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് ഐ കനോട്ട് ഫൈൻഡ് ദി പേഴ്സൺ ഹു ആർ ക്യാരിങ് ദ അഡ്രസ്. ആ അഡ്രസ് ഉള്ള വ്യക്തിയെ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ലാസ്റ്റ് സ്റ്റാൻസ, ദ സ്പീക്കർ അസ്യൂംസ് ദ റോൾ ഓഫ് ദി muezzin and asks faithful people to reach him and buy stamps before he leaves his ghost or is killed by someone in the violence. ഈ കവിതയുടെ ലാസ്റ്റ് സ്റ്റാൻസയിൽ സ്പീക്കർ ഈ muezzinന്റെ റോൾ ഏറ്റെടുക്കുന്നു. muezzinന്റെ റോൾ എന്ന് പറയുന്നത് ഹി ഈസ് ദി Muslim friend who calls the faithful people for prayer.
പ്രാർത്ഥനയ്ക്ക് എല്ലാവരെയും സജ്ജമാക്കുന്ന ഒരു മുസ്ലിം സ്നേഹിതനാണ് ഈ മുezin എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പൊ ഇല്ല. അദ്ദേഹത്തിന്റെ റോൾ നമ്മുടെ സ്പീക്കർ ഏറ്റെടുക്കുന്നു. ആൻഡ് ആസ് ഫെയ്ത്ത്ഫുൾ പീപ്പിൾ, വിശ്വാസികളായ ജനങ്ങളോട് പറയുന്നത് എന്താണ്? ടു റീച്ച് ഹിം, അദ്ദേഹത്തിന് അടുത്തേക്ക് വരൂ. ആൻഡ് ബൈ സ്റ്റാമ്പ്സ് ബിഫോർ ഹി ലീവ്സ് ഹിസ് ഗോസ്റ്റ്. ബൈ സ്റ്റാമ്പുകൾ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവരവരുടേതായിട്ടുള്ള ആ വിശ്വാസം ഏറ്റെടുക്കുക. അദ്ദേഹം മരണപ്പെടുന്ന ഇവിടെ എന്താണ്? ഹു ലീവ്സ് ഹിസ് ഗോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതമായി മാറുന്നതിന് മുന്നേ, അതായത് ശരീരം നഷ്ടപ്പെട്ട് മരിച്ചു പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം ഏറ്റെടുക്കൂ. ഓർ ഈസ് കിൽഡ് ബൈ സമ്മൺ ഇൻ ദ വയലൻസ്, അല്ലെങ്കിൽ ആ ഒരു അക്രമാസക്തമായ ഒരു അന്തരീക്ഷമാണ്. ആൻഡ് ദർ ഈസ് നോ ഷുവറിറ്റി ഓഫ് ഹിസ് ലൈഫ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന് യാതൊരു ഉറപ്പുമില്ല, ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം. അങ്ങനെ മരണപ്പെടുന്നതിന് മുൻപ് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ ഏറ്റെടുക്കൂ എന്ന് അദ്ദേഹം ജനങ്ങളോട്, വിശ്വാസികളോട് ആവശ്യപ്പെടുന്നു. ആൻഡ് ഹി സീസ്, അദ്ദേഹം പറയുന്നു, ഐ ആം ദ കീപ്പർ ഓഫ് ദി മിനാററ്റ് സിൻസ് ദ muezin ഡൈഡ്. ഈ muezin മരിച്ചതിന് ശേഷം ഈ മിനാരത്തിന്റെ സൂക്ഷിപ്പുകാരൻ ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ ഏറ്റെടുത്തോളൂ എന്ന് അദ്ദേഹം പറയുന്നു ജനങ്ങളോട്. ആൻഡ് ദ പോയിന്റ് ടേക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് റീഡിംഗ് ലെറ്റേഴ്സ് ദാറ്റ് ഹാവ് പൈൽഡ് അപ്പ്. ഇനി അവിടെ കൂടിക്കിടക്കുന്ന ലെറ്ററുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞു മെസ്സേജസ്, റീഡിംഗ് ദ മെസ്സേജസ്, ആ കത്തുകൾ വായിക്കുന്ന ചുമതല അദ്ദേഹം ഏറ്റെടുക്കുന്നു. ആൻഡ് ഓൾ മൈ ക്രൈസ് ആർ ലൈക്ക് ഡെഡ് ലെറ്റേഴ്സ് മീൻസ് ഹിസ് വേൾഡ് ഈസ് ടേൺഡ് അപ്പ് ടു ബി സൈലൻസ് ഇൻ ദ ഡെഡ് വേൾഡ്. അവിടെ ഒരുപാട് ലെറ്ററുകൾ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു പോസ്റ്റൽ സിസ്റ്റം നിലവിലില്ല ഇപ്പോൾ, അതുകൊണ്ട് ലെറ്ററുകൾ വന്ന് കുമിഞ്ഞു കൂടി കിടക്കുകയാണ്. അങ്ങനെ ഓരോ ലെറ്ററുകളും അദ്ദേഹം തരംതിരിച്ച് വായിക്കാൻ നോക്കുന്നു. ആൻഡ് ഓൾ ദീസ് ലെറ്റേഴ്സ് ആർ ഡെഡ് ലെറ്റേഴ്സ്, എല്ലാം ഡെഡ് ലെറ്റേഴ്സ് ആണ്. കാരണം ദർ ഇസ് നോ സച്ച് പീപ്പിൾ ഹൂ ക്യാൻ റിസീവ് ദ ലെറ്റേഴ്സ്, ഓർ ഹൂ ആർ ദ പീപ്പിൾ ക്യാരിങ് ദ അഡ്രസ് ഇൻ ദ എൻവലപ്പ്, അല്ലെങ്കിൽ ആ ലെറ്ററിലെ അഡ്രസ്സിലുള്ള ആളുകൾ ഇപ്പോൾ ആ സ്ഥലത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുപക്ഷെ അവര് റെഫ്യൂജികളായി പോയതാകാം, അല്ലെങ്കിൽ അവര് എന്താണ് മരണം സ്വീകരിച്ചു, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടോ പോയതാകാം. അതുകൊണ്ട് എന്താണ് ഒരു കൂട്ടം കത്തുകൾ അവിടെ കൂടിക്കിടക്കുകയാണ്. ആൻഡ് ഇറ്റ് ഹൈലൈറ്റ്സ് നോ ഓർഗനൈസേഷൻസ് ആർ ഇന്റർഫിയറിംഗ് ഇൻ ദ ഇഷ്യൂസ് ഓഫ് കാശ്മീർ. ഇതിന്റെ അർത്ഥം ഒരുപാട് ലെറ്ററുകൾ ഇങ്ങനെ കിടക്കുന്നു. ആൻഡ് ഇറ്റ് ഷോസ് ദ ഡെഡ് വേൾഡ്, മരിച്ച ലോകം പോലെയാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രവർത്തനവും നടക്കാത്ത. നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ സീസ്ഡ് ഇൻ കാശ്മീർ. കാശ്മീരിലെ യുദ്ധത്തിന്റെ ആ ഒരു അവസ്ഥയിൽ സാധന സേവനങ്ങളൊക്കെ നിർത്തിവെച്ചിട്ടാണുള്ളത്. അവിടെ ഒരു മരണ പ്രതീതിയാണുള്ളത്. ആ അവസ്ഥയിൽ നോ ഓർഗനൈസേഷൻ ഈസ് ഇന്റർഫിയറിംഗ് ഇൻ ദ ഇഷ്യൂസ് ഓഫ് കാശ്മീർ. കാശ്മീരിന്റെ പ്രശ്നത്തിൽ ഒരു സംഘടനകളും ഇടപെടുന്നില്ല. The point concludes that his cries are just like dead letters sent to this world whose end was near. അദ്ദേഹം പറയുന്നു, അദ്ദേഹം അവസാനിപ്പിക്കുന്നത്, ഈ കവിത അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ വിലാപങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും എന്തുപോലെയാണ്? ഈ ലോകത്തേക്ക് വന്ന ഡെഡ് ലെറ്റേഴ്സ് പോലെയാണ്. ഏകദേശം മരണത്തോടടുക്കുന്ന അല്ലെങ്കിൽ ഏകദേശം അതിന്റെ അവസാനത്തോട്ട് അടുക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹങ്ങളും വിലാപങ്ങളും ഒക്കെയാണ്. കാരണം നമ്മൾ പറഞ്ഞു ദർ ഈസ് അൺസർട്ടനിറ്റി ഇൻ ദിസ് പ്ലേസ്. ആ ഒരു സ്ഥലത്ത് അനിശ്ചിതാവസ്ഥയാണുള്ളത്. ഏത് നിമിഷവും ഒന്നുകിൽ മരണപ്പെടാം, അല്ലെങ്കിൽ കൊല്ലപ്പെടാം, അല്ലെങ്കിൽ അവിടെ നിന്ന് പലായനം ചെയ്തു പോകേണ്ടി വരും. അങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥയിൽ തൻ്റെ അവസ്ഥയും അങ്ങനെയാണ് എന്ന് പറഞ്ഞാണ് ദ പോം ഇസ് എൻഡിങ്, കവിത അവസാനിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു in most of his poems we can see the themes loss and longings and pangs and pains. അദ്ദേഹത്തിന്റെ കവിതകളിൽ നഷ്ടവും നഷ്ടബോധവും അതേപോലെ തന്നെ വേദനകളും യാതനകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും കാശ്മീർ പ്രശ്നമാണ്, കാർഗിൽ യുദ്ധമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ 1990 ശേഷമുള്ള ആ കാശ്മീരിന്റെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം യുദ്ധത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്, യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് നിഷ്കളങ്കരായ ജനങ്ങളുടെ മരണങ്ങൾ, അതേപോലെ തന്നെ പലരും തങ്ങളുടെ സ്വത്തും
അല്ലെങ്കിൽ ജനിച്ച സ്ഥലവും ഒക്കെ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്ത അഭയാർത്ഥികളെ പോലെ പോകേണ്ട അവസ്ഥ, ഇതൊക്കെയാണ് ഈ കവിതയിൽ അദ്ദേഹം വിവരിക്കുന്നത്. ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. ഇതിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, ഒന്നാമത്തേത് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്, കൺട്രി വിത്തൗട്ട് പോസ്റ്റ് ഓഫീസ് എന്ന ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. പിന്നീട് ദ സിംബൽസ് യൂസ്ഡ് ഇൻ ദ പോം, ഇവിടെ മിനാരം എന്നത് ഒരു സിംബലാണ്. അങ്ങനെയുള്ള സിംബൽസ്, എന്തൊക്കെ സിംബൽസ് ആണ്? ഫയർ എന്നുള്ളത് ഒരു സിംബലാണ്. ഈ ബ്ലഡ് ഷെഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സിംബൽസ് കവി ഉപയോഗിച്ചിട്ടുണ്ട്, അതൊക്കെ ചോദിക്കാം. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.